യലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷുമായി സംവാദത്തിനില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംവാദത്തിന് പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠനെ നിയോഗിക്കുന്നതും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവുമായോ മുൻ പ്രതിപക്ഷ നേതാവുമായോ 24-ലൂടെ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറെന്നായിരുന്നു എം.ബി. രാജേഷ് ഇന്നലെ 24-നോട് പറഞ്ഞത്. മദ്യനിർമ്മാണശാല വിഷയത്തിൽ സ്ഥലം എംപിയായ തന്നോട് സംവാദം നടത്താനുള്ള വി.കെ. ശ്രീകണ്ഠന്റെ വെല്ലുവിളിയോടായിരുന്നു എം.ബി. രാജേഷിന്റെ മറുപടി. ആദ്യം ആരോപണവുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായോ സംവാദത്തിന് തയ്യാർ എന്നായിരുന്നു മന്ത്രി എം.ബി. രാജേഷിന്റെ പ്രതികരണം. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അപ്പോൾ അവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. എന്നാൽ മന്ത്രിയുമായി സംവാദത്തിനില്ലെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. സംവാദത്തിന് വി.കെ. ശ്രീകണ്ഠനെ നിയോഗിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം എന്നെ എന്തോ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സംവാദത്തിന് വി.കെ. ശ്രീകണ്ഠൻ എം.പിയെ നിയോഗിക്കുകയാണ്. കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് വി.കെ. ശ്രീകണ്ഠൻ, അവിടുത്തെ എം.പിയാണ്. അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന്. അതുകൊണ്ട് പാലക്കാട് എം.പിയുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ. അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കുറെ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാൾ. മദ്യക്കമ്പനികളുടെ വക്താവായി എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് സംസാരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സംവാദ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. 24 ഡൽഹി.